നമസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ സർഗഭൂമികയിലേക്ക് ഏവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുകയാണ്. പാതിരാവിലെ ഉത്തരവ്. നാടകാവതരണം തൃശ്ശൂർ രംഗചേതന. തൃശ്ശൂർ രംഗചേതനയുടെ പ്രതിവാര നാടക അവതരണങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. 2011 ആരംഭിച്ച രംഗചേതനയുടെ പ്രതിവാര നാടകാവതരണം തുടർച്ചയായി 489ാമത് വാരവും കടന്നുപോയിരിക്കുകയാണ്. ഈ 489 വാരങ്ങളിലും തുടർച്ചയായി നാടകങ്ങൾ അവതരിപ്പിച്ച എല്ലാ നാടക കലാകാരന്മാരെയും രംഗചേതനയുടെ മുഴുവൻ അണിയറ പ്രവർത്തകരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് പാതിരാവിലെ ഉത്തരവ് ആരംഭിക്കുകയാണ്. ഈ നാടകത്തിൻ്റെ മൂലകഥാരചന സുലൈമാൻ കക്കോടി. 2 കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കഥാവതരണം ലൈജോ ഫ്രാൻസിസ് ആൻഡ് പൗലോസ് പുല്ലഴി എന്നിവരാണ് അവതരിപ്പിക്കുന്നത്. നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് പൗലോസ് പുല്ലഴി. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സരിത അജു. സമകാലീന കാലഘട്ടത്തിലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നേർരേഖയാണ് ഈ നാടകത്തിലൂടെ പറയാൻ സംവിധായകൻ ശ്രമിക്കുന്നത്. നിങ്ങളേവരുടെയും ആശംസകൾ, പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു പാതിരാവിലെ ഉത്തരവ്. ഓർഡർ നമ്പർ 6-11-16 കൊടുക്ക് 6-11.
ഏയ് ഞങ്ങൾ കൊറ ചേട്ടാ ചൊല്ലു ചൊല്ലു അടുത്ത ഓർഡർ ചൊല്ലുന്ന अरे भाई फोन देखो ना भाई फोन देखो ना फोन देखो ना भाई சேட்டா எனக்கு ഹിന്ദി மட்டும் புரியாது മലയാളത്തിൽ பேசுங்க ചേട്ടാ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ നീ തമിഴ് പറയാ അല്ലെങ്കിൽ നീ മലയാളം പറയാ അത് വന്ന് ചേട്ടാ എത്ര കാലായി ഈ ഫാമിൽ വന്നിട്ട് മലയാളം തമിഴ് മലയാളം തമിഴ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഹിന്ദി പഠിക്കാണ്ട് ഇനി ഈ ഫാമിൽ വരാൻ പറ്റില്ലെന്ന് അല്ല ചേട്ടാ ആ സോറി ഞാൻ ഹിന്ദി പഠിച്ചില്ലെങ്കിൽ ചേട്ടൻ എന്നെ പുറത്താക്കില്ലെന്ന് എനിക്കറിയാം അതെന്താ നമ്മൾ നമ്പറുകൾ അല്ല ചേട്ടാ ചേട്ടനെ പൊണ്ണുക്ക് ഹിന്ദി தெரியுமா ഹിന്ദി പെണ്ണിനോ ആ അവൾക്ക് ഹിന്ദി മാത്രല്ല ലോകത്തിലെ എല്ലാ ഭാഷകളും അറിയാം എല്ലാ അക്ഷരങ്ങളും എല്ലാ വാക്കുകളും എല്ലാം ख्याल आता है कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए कि जैसे तुझको बनाया गया है मेरे लिए तू अब से पहले सितारों में बस रही थी कहीं तू अब से पहले सितारों में बस रही थी कहीं तुझे ज़मीं पे बुलाया गया है मेरे लिए तुझे ज़मीं पे बुलाया गया എന്തിനു ചേട്ടൻ കോഴിത്തലേ പെണ്ണിന് കൊടുക്ക അല്ലടാ ഈ ഫാമിൽ നിർത്തിയ റോസപ്പൂ കൊണ്ടുവയ്ക്കുക ഒഴുത്തല കൊടുത്തതിന് കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച നിന്നാൻ പറ്റേണ്ട ആട്ടുംകാലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതെന്തായി അല്ല എന്റെ ചേട്ടാ ആട്ടുകാല് എന്റെ അമ്മാവക്ക് തന്നെ എന്റെ അമ്മാവക്ക് കാലിക്ക് വരാം ആട്ടുംകാലുണ്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുത്ത് അമ്മാവെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കാലിങ്ങനെ ആമു 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 എന്നെ ചേട്ടാ കയ്യും കപ്പൂട് ചൊറിയണം ചൊറിയണം ആമു 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 എന്നെ ചേട്ടാ സെന്റിമെന്റ്സ് അല്ല എനിക്ക് കിട്ടാത്ത മാതൃസ്നേഹം നിനക്ക് കിട്ടുന്ന കാണുമ്പോ ചെറിയൊരു കുശുമ്പുണ്ട് എനിക്ക് എന്റെ ചേട്ടാ അത് വന്ന് എല്ലാ അമ്മാവുക്കും മകനുക്കും കഥപ്പെടുത്താനേ അമ്മയുടെ മടിയില് മകന്റെ തല മകന്റെ തലയില് അമ്മയുടെ കൈ അമ്മയുടെ മടിയില് മകന്റെ തല മകന്റെ തലയില് അമ്മയുടെ കൈ അതല്ലേ അതിന്റെ ഒരു ഇത് ഓർഡർ വന്നിട്ട് നോക്ക് നോക്ക് ഹലോ ആ ഓർഡർ നമ്പർ 7-11-16 ആ ചൊല്ലേ ഓ ബീഫ് ചേട്ടാ എന്താ ബീഫ് വളർത്തിയത് ഇന്ന് അവിടെ ഈ പാർക്കുട്ടി പെണ്ണില്ലേ പശു പെണ്ണ് അവള് കുറെ നാളായി എന്നെ കൺട്രോൾ കാലിട്ട് ഇന്ന് ഞാൻ അവളെ കൊന്ന് അവളുടെ കുടല് ഞാൻ ഇന്ന് പുറത്തെടുക്കും എന്താ ചെയ്യണേ നീ എന്താ ചെയ്യണേ ചേട്ടാ ഞാന് കൊല്ലം അറിയോ പശുവിനെ നിനക്കത് പശുവാ എനിക്കിത് മാതാവാ ഗോമാതാവ് അറിയാൻ നിനക്ക് എന്റെ ചേട്ടാ ഇതോ പാര് ഇത് മുഴുവൻ കോഴി ചിക്കൻ 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 മാതാവ് ഇത് മുഴുവൻ താറാവ് വാത്ത മാതാവ് ഇത് പോർക്ക് ഇത് ആട് ഇത് മാട് മുഴുവൻ
മുഴുവൻ പോത്തുകള്. പോത്ത് മാതാവ് എന്റെ സേട്ടാ, അന്നം തരുന്ന സേട്ടാ മാതാവ്. ആ നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ, ബീഫിന്റെ ഓർഡർ വന്ന ഈ ഫാമിൽ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ. എന്റെ സേട്ടാ, ഈ മീറ്റ് ഫാമിൽ വരുന്ന എല്ലാ മാംസത്തിന്റെ ഓർഡർ നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. അതല്ലേ നമ്മുടെ ബോസുമായിട്ടുള്ള നമ്മുടെ എഗ്രിമെന്റ്, അതല്ലേ നമ്മുടെ കടപ്പാട്. അല്ല ചേട്ടാ, ബോസ് ഈ മീറ്റ് ഫാം തുടങ്ങിയതിനു ശേഷം നല്ല ബിസിനസ് അല്ലേ? അതുകൊണ്ട് നീ നന്നായി ഉണ്ടുറങ്ങിട്ട് സുഖമായിട്ട് കഴിയണല്ലേ? മാടുകളെ പോലെ. ബം 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 ബം. ഈ കടപ്പാടൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ. എങ്ങനെ തീരാനാ ചേട്ടാ? എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ബോസുമായിട്ട് ഒരു അഗ്രിമെന്റ് ഒപ്പുവെക്കില്ലേ? പിന്നെ എങ്ങനെ തീരാനായി കടപ്പാട്? തീരില്ല ചേട്ടാ. തീരും തീരും. അടുത്തൊരു എഗ്രിമെന്റോട് കൂടി എല്ലാം തീരും. തീരണം. ഞാൻ ഓർഡർ നമ്പർ 8-11-16. ബോസ ബോസ് സാർ പറയൂ സാർ. ആ സാർ. സാർ അത് സാർ 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 കിട്ടിയില്ലേ? പണി കിട്ടിയില്ലേ? ഈ കൊറേ നാളായി എന്റെ വീട്ടിട്ട് ഭരിക്കും. പ്രഭു എന്താ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞെന്ന് പറയും. എന്ത് വിഭവങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടേ? വളരെ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടത്. ഇതെല്ലാം വിശേഷപ്പെട്ട വിഭവങ്ങൾ തന്നെയുള്ളൂ. ആട്, മോയല്, താറാവ്, പിന്നെന്താ സിംഹത്തിന്റെ ഇറച്ചി വേണം. ഇത് നമുക്ക് സംഘടിപ്പിക്കാനാ. സമാധാനപ്പെട്. അതൊന്നല്ല, പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് വിഭവമാണെന്ന് പറയുന്നേ? ഒന്ന് പറഞ്ഞു തുടക്കി. എന്താ എന്താ അദ്ദേഹം പറഞ്ഞു? ഇന്ന് അദ്ദേഹത്തിന് വേണ്ടത് വേണ്ടത് അദ്ദേഹത്തിന് വേണ്ടത് വേണ്ടത് പറയും. മനുഷ്യമാംസം. മനുഷ്യമാംസം. നിനക്ക് തെറ്റിയതാ. നിനക്ക് തെറ്റിയതാ. ഞാൻ എത്ര വർഷം ബോസിന്റെ ശബ്ദം കേൾക്കുന്നു. മനുഷ്യമാംസം തന്നെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യമാംസങ്ങൾ മനുഷ്യമാംസം. ഇതൊന്നും സങ്കടപ്പെടാതില്ല. ഈ സമരത്തിനൊക്കെ ഉണ്ടല്ലോ ചെയ് പിടിച്ചിറക്കണ ഈ സമര തൊഴിലാളി. അതല്ലെങ്കിൽ ഈ കഞ്ചാവൊക്കെ വെച്ച് ഈ ഫോണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നടക്കണ ഒരു ഫ്രീക്കറ്റ്. അതുമല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിച്ച തെരുവിൽ കഴിയുന്ന 2 മാതാപിതാക്കൾ. നീ ഒന്ന് സംഘടപ്പെടാതിരിക്കല, ഞാൻ സംഘടിപ്പിച്ചിട്ട് വരാം.
അത്തരത്തിലുള്ള ഒരാളുടെ മാംസമല്ല ഇന്ന് അദ്ദേഹത്തിന് വേണ്ടത്. പിന്നെ ആരുടെ മാംസമാണ് വേണ്ടത്? പറയ്. അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിന് വേണ്ടത് നമ്മളിൽ ഒരാളുടെ മാംസമാണ്. നമ്മളിൽ ആരുടെ മാംസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? അതാണ് കുഴപ്പം. നമ്മളിൽ ആര് വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അറിയാലോ എന്നെ കാത്തിരിക്കുന്ന എന്റെ പെണ്ണ്. ഞാൻ എന്ത് വരും നാളെ വരുമെന്ന് നോക്കി ഒരു പെട്ടയും പിടിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഒരു ഒരു കൊച്ചു വീട്, സന്തോഷമുള്ള ഒരു ചെറിയ കുടുംബം. कभी कभी मेरे दिल में ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല, कभी ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല, പറ്റില്ല, മരിക്കില്ല, മരിക്കില്ല, മരിക്കില്ല. എന്നാ ചേട്ടാ മരിച്ച അമ്മാവക്ക് പിന്നെ ആരാ ഉള്ളത്? അപ്പ മരിച്ച പിന്നെ എவ்வளோ കഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്തിയത്. ആഴ്ചയിൽ ഞാൻ ചെല്ലുന്നത് കാത്ത് എന്നെ കാത്തിരിക്കുന്ന എന്റെ അമ്മ ഞാൻ കൂടെ ഇല്ലാണ്ടായ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ ചേട്ടാ? ഇല്ല ചേട്ടാ, ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല ചേട്ടാ, ഞാൻ മരിക്കില്ല, നീ മരിക്കില്ല, ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല, നീ 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 മരിക്കില്ല. ഇത്രയും നാൾ ഒരുമിച്ച് ഉറങ്ങിയുണ്ട്, സ്നേഹിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരസ്പരം കൊല്ലുന്നത് വരെ എത്തി. എന്റെ അമ്മാവക്ക് വയസ്സച്ച ഇനി എவ்வளோ നാളിലാ വെച്ചിട്ടാ എന്റെ പൊന്ന് എനിക്ക് വേണ്ടി മാത്രം എത്രയും കാലം കാത്തിരിക്കുന്നു. ആങ്ങളമാരുടെയും വീട്ടുകാരുടെയും എതിർപ്പുകളെല്ലാം അവഗണിച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ മുന്നിലേ ഇതിനൊരു ജീവിതം തുറന്നു കിടക്കുന്നു. വേണ്ട, ഞാൻ മരിക്കാം ചേട്ടാ, ഞാൻ മരിക്കാം, ഞാൻ മരിക്കാം ചേട്ടാ. വേണ്ട വേണ്ട, ഞാൻ മരിക്കാം. ഒരിക്കലും നിന്റെ അമ്മയ്ക്ക് ഞാൻ പകരക്കാരനാവില്ല. അമ്മയില്ലാത്ത എനിക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി എനിക്ക് തന്നതാ. ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് എനിക്ക് ജീവിക്കണ്ട. പിന്നെ പിന്നെ എന്റെ പെണ്ണ്, അവൾക്ക്
ഞങ്ങൾ കൊണ്ട് സ്വപ്നങ്ങൾ പോട്ടെ, എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ. ഞാൻ മരിക്കാം. വേണ്ട സാർ, ഞാൻ മരിക്കാം. ഞാൻ മരിക്കാം സാർ. ഞാൻ മരിക്കാം. ഞാൻ മരിക്കാം സാർ. ഞാൻ മരിക്കാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ മരിക്കാം സാർ. ഞാൻ മരിക്കാം. ഞാൻ മരിക്കാം. ഞാൻ മരിക്കാം. ഞാൻ മരിക്കാം. ഞാൻ മരിക്കാം. ഞാൻ മരിക്കാമെന്ന് ഞാനും, നീ മരിക്കാമെന്ന് നീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ സുഹൃത്തെ. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. മരണത്തേക്കാൾ എത്ര ഭയാനകമാണ്. ചേട്ടാ, നമുക്ക് ഓടിപ്പോയാലോ? എവിടേക്കെങ്കിലും ഓടിപ്പോവാൻ ചേട്ടാ. വാ, നമുക്ക് ഓടിപ്പോവാൻ ചേട്ടാ. വാ. പ്രഭുവിന്റെ വേട്ടതായി കണ്ട കണ്ണിൽ മുന്നിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവില്ലടാ, നമുക്ക് രക്ഷപ്പെടാനാവില്ല. എന്താ ചെയ്തേട്ടാ? കിട്ടേ എന്താ എന്താ പറ, വേഗം പറ. നമുക്ക് ടോസ് ഇട്ടാലോ? കൊള്ളാം, ഉഗ്രൻ ഐഡിയ. നാളെ ചേട്ടൻ പറ. ഹെഡ് വീണ? ഹെഡ് വീണ ഞാൻ 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 ടയർ വീണ? നീ. One, two. മുടിയാതെ ചേട്ടൻ തന്നെ നീ. ചേട്ടൻ നീ. One, two. ചിലപ്പോ അദ്ദേഹമായിരിക്കും. പക്ഷേ നാളത്തേക്ക് മതി എന്ന് പറഞ്ഞാ. നോക്ക് നോക്ക് നോക്ക്. ഹലോ, ആരാ? ഫോൺ നമ്പർ. ഇനി ആരെയും കാത്തു നിൽക്കാനില്ല. എറിഞ്ഞോളൂ. റെഡി? 1, 2, 3. അതെ അതെ, ഞാൻ പിടിക്കേ. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിനക്കറിയാലോ. മാംസം ഉരുളെടുത്തതിന് ശേഷം നന്നായി ചെറുതായി നോക്കണം, ചെറുതായി നോക്കണം. ഇതാണ് ഇതാണ് ഞരമ്പ്. ഒറ്റമുറി വേദനിപ്പിക്കടാ. ഒരു കാര്യം കൂടി, മാംസമെല്ലാം ഉരിഞ്ഞെടുത്തതിന് ശേഷം നീ എന്റെ അസ്ഥികൾ
തൊട്ടിയിലേക്ക് വലിച്ചെറിയരുത്. നമുക്കൊക്കെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ അധികാരവർഗത്തിന്റെയും ബോസിന്റെയും ഷോക്കേഴ്സിന് നീ സംഭാവന ചെയ്തേക്കാൻ അവർക്കത് ഉപകരിക്കപ്പെടുന്നത് എനിക്കുറപ്പാ. സാർ, ഓർഡർ റെഡി ആയില്ലേ? സാർ, അവരെ കൊന്നു കഴിഞ്ഞു. ഇനി തൊലി പൊളിച്ചെടുക്കുകയാണ്. ഞാനൊരു തമാശ പറഞ്ഞതാ. ഞങ്ങൾ സാമ്പത്തിക വിദഗ്ധന്മാർ ഒരു വട്ടമേശ സമ്മേളനം കൂടിയപ്പോൾ തോന്നിയ ഒരു ഐഡിയ. ഒരു തമാശക്ക് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നിരിക്കാതെ പ്രതികരിക്കണം. നമ്മയൊക്കെ നിയമങ്ങൾ കൊണ്ട് അടിമകളാക്കുന്ന ഇത്തരം ഉത്തരവാദങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ ശക്തമായി പോരാടണം. നിന്റെ ഈ പോരാട്ടങ്ങൾക്ക് എന്റെ ഈ രക്തത്തിൽ കുതിർത്ത തൂവാല നിനക്ക് ശക്തി പകരട്ടെ. ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരൻ നിങ്ങൾ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ ഉണരുവിൻ. ഉണരുവിൻ, ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരൻ നിങ്ങൾ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ ഉണരുവിൻ. മുഴക്കി അലറി നിൽക്കു നീതിയന്റെ ശാസനം. പിറവിക്കൊള്ളുകയായി പുതിയ ലോകമൊന്നിതാ പിറന്നു വിതയായി. പഴമതൻ വിലങ്ങു കൂട്ടിയിടുകയില്ല നമ്മളെ, അടിമകൾ മുഖം വലിച്ചെറിഞ്ഞു എത്തണിക്കയായി ഉണരുവിൻ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ നാടകം ഇത്രയും നേരം ആസ്വദിച്ച ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ നാടകത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. സംഗീതം നിർവഹിച്ചത് സരിത അജു. രംഗചേതനയുടെ പ്രതിവാര നാടകത്തിൻ്റെ ഒരു സഹയാത്രികയാണ് സരിത. സരിതയുടെ പ്രവർത്തനങ്ങൾ രംഗചേതനയുടെ പ്രതിവാര നാടകങ്ങളിൽ വളരെയധികം
നമ്മളെ സഹായിക്കുന്നതും ഗുണകരവുമായിട്ടുള്ളതാണ്. ഏറ്റവും നന്ദിയോടെ ശ്രദ്ധയെ സ്മരിക്കുന്നു. അടുത്ത ലൈജോ പുല്ലഴിയിലാണ്. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ബാക്കി ജോലി കഴിഞ്ഞുള്ള ബാക്കി സമയങ്ങളിൽ പുല്ലഴിയിലെ നാടക സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നാടക കലാകാരനാണ്. ഞാൻ പൗലോസ് പുല്ലഴി, പുല്ലഴി താമസിക്കുന്നു. രംഗവേദനയുടെ നാടക പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.